ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു വളരെ വളരെ നല്ലവന്. വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമായ കാരണം ഉണ്ടാവും. അങ്കിള് രാജുവിന്റെ കാര്യോർത്ത് വിഷമിക്കരുത്. ശരി. കഴിക്ക് രാജു, കഴിക്ക്. ഡ്രാമയാ? ഒരു ഡ്രാമ. ഇതിപ്പോ ഹിസ്റ്റോറിക്കൽ രീതിയിലേക്ക് മാറുക. എന്താ പറഞ്ഞ? ഓ, ഞാൻ ഒന്നും പറഞ്ഞില്ല. രാജു, ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത പോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, കേട്ടല്ലോ? കഴിക്ക്. ഞാൻ കഴിച്ചതാ. നീ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിന്ന് കേട്ടു. ഒന്നും മിണ്ടാനില്ലേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അതോ കേട്ടിട്ട് മനഃപൂർവ്വം മിണ്ടാതെ എന്നെ അവഗണിക്കുന്നതാണോ? എങ്കിൽ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നീ എന്തിനാ പാറക്കൽ സുകുമാരന്റെ മകനെ അടിച്ചത്? ഓ, ആഹാരം കഴിച്ചോണ്ട് മറുപടി പറഞ്ഞാ മതി. എനിക്കൊരു തെറ്റുപറ്റി. ആഹാരം കഴിക്കുന്നതിനിടയില് കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. ക്ഷമ കിട്ടാത്തോണ്ട് ചോദിച്ചു പോയതാ. പറയ്, എന്തിനാ അവനെ തല്ല്? അത് അവരൊരു ആവശ്യമില്ലാതെ എന്നോട് വഴക്കിന് വരികയും പിന്നെ എന്നെ കളിയാക്കൊക്കെ ചെയ്തോണ്ട് ഞാൻ. ഒരുത്തൻ കളിയാക്കിയതിന്റെ പേരില് അടിയുണ്ടാക്കണം? അതൊക്കെ അവന്റെയൊക്കെ സ്വഭാവം എന്ന് കരുതി ക്ഷമിച്ചെങ്കിൽ പോരണം. അവനാര്, നീ ആര്? ആ ഒരു വിവേചന ബുദ്ധി നിനക്കില്ലാതെ പോയത് എന്തുകൊണ്ടാ? തെരുവി കിടന്ന് അടിയുണ്ടാക്കുന്നതാണോ നിന്റെ സംസ്കാരം? അങ്ങനെ ഒരു ശീലവും സ്വഭാവവും ഒന്നും ഇന്നുവരെ ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. കവലെ കിടന്ന് അടിയുണ്ടാക്കുന്നവര് കവല ചട്ടമ്പികളും കള്ളുകുടിയന്മാരുമായ സാമൂഹ്യ വിരുദ്ധരാണ്. നീ എന്നുപോലെടാ ഒരു സാമൂഹ്യ വിരുദ്ധനായത്? എടാ, നീ എന്റെ മകനാണ്. ഇത്തരം ദുഷിച്ച സ്വഭാവങ്ങളൊന്നും നിന്റെ അച്ഛനായ എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യപൂർവ്വം നിന്നോട് ചോദിക്കാനും പറ്റും. നീ എന്നെ വിട്ടേക്കടാ. നീ ആരുടെ മരുമകനാണെന്ന കാര്യം നീ മറന്നുപോയോ? ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ PA-യും അദ്ദേഹത്തിന്റെ മരുമകനുമാണ് നീ. അതെന്തുകൊണ്ട് നീ ഓർത്തില്ല? നീ പബ്ലിക് റോട്ടിൽ കിടന്ന് ഗുണ്ടായിസം കാണിച്ച അതിന്റെ നാണക്കേട് നിന്നെ സ്നേഹിക്കുന്ന ആ മനുഷ്യന് കൂടിയല്ലേ? ഇതൊക്കെ പോട്ടെ, നീ എന്നെയും വർമ്മ സാറിനെയും വിട്ടേക്ക്. ഈ കൊച്ച് നിന്റെ ഭാര്യയാണ്. ഇവൾക്ക് പൊതുവഴിയിലൂടെ ധൈര്യപൂർവ്വം നടന്നു പോകാൻ പറ്റൂടാ? ആളുകൾ വിളിച്ചു പറയില്ലടാ, കഴിഞ്ഞ ദിവസം കവലയെ കിടന്ന് തല്ലുണ്ടാക്കിയവന്റെ ഭാര്യയാണാ പോകുന്നതെന്ന്. ഞാൻ നിങ്ങൾക്ക് ഏക്കർ കണക്കിന് പറമ്പും ബംഗ്ലാവും ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. തന്നിട്ടുണ്ട് വിലയേറിയ പലതും. വിദ്യാഭ്യാസവും വിവരവും വിവേകവും പൊതുമര്യാദയും സാമൂഹ്യബോധവും ഗുരുത്വവും അങ്ങനെ പലതും. അച്ഛന് നിന്നെ കുറിച്ച് അഭിമാനം തന്നെയായിരുന്നു ഈ കാര്യം അറിയും വരെ. പോട്ടെ, അത് നിനക്ക് അറിയാതെ പറ്റിയൊരു പിഴവായിട്ട് തന്നെ ഇരിക്കട്ടെ. തെറ്റാർക്കും പറ്റാം. തെറ്റ് പറ്റുന്നത് ഒരു തെറ്റല്ല. പക്ഷേ ആ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തി ജീവിക്കണം. അത്രേ ഉള്ളൂ. ക്ഷമിക്കച്ച, ഇനി ഞാനത് ആവർത്തിക്കില്ല.
അവനൊരു അബദ്ധം പറ്റിയതാ മോളെ. ആ മോൾ ക്ഷമിച്ചേക്ക്. വേണമെങ്കിൽ ആ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഇന്ന് പകലൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഞാൻ എന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി. എന്നിട്ട് മോളെ, ഞാൻ പറഞ്ഞതാ തൽക്കാലം അതിന്റെ പുറകെയൊന്നും പോകരുതെന്ന്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. മോൾക്ക് അതിന്റെ ഗൗരവം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. പിന്നെ എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്തണ്ടെങ്കിലേ. പത്മാവതി മാഡത്തെ ഞാൻ കണ്ടുപിടിച്ച് മോളുടെ മുമ്പിൽ കൊണ്ടുവച്ച് തരാം. അതുവരെ ഒന്ന് സമാധാനത്തോടെ നിൽക്ക്. എന്റെ അറിവോടുകൂടിയല്ലാതെ ഇനി പത്മാവതി മാഡത്തെ അന്വേഷിക്കരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ മോള് പോയിക്കോ. ഇന്ന് എനിക്ക് ഉറക്കം വരില്ല. മക്കളോട് ആരോടെങ്കിലും വഴക്കിട്ട എനിക്ക് എന്റെ ഉറക്കം നഷ്ടപ്പെടും. അങ്കിളെ, അങ്കിളിന്റെ മോനെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. അഡ്വൈസ് ചെയ്തല്ലേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. രാജു വളരെ വളരെ നല്ലവനാ. വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമായ കാരണം ഉണ്ടാവും. അങ്കിള് രാജുവിന്റെ കാര്യോർത്ത് വിഷമിക്കരുത്. സത്യത്തിൽ പാവരാജുവിന്റെ കാര്യത്തില് എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ഇമോഷൻസ് കാണിച്ച എന്റെ കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല. വരട്ടെ. എന്തിനാ രാജു വെറുതെ തെരുവിൽ കിടന്ന് അടികൂടിയത്?